നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അതോടൊപ്പം തന്നെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കുൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കാർഡ് സ്മാർട്ട് കാർഡിൻ്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് സബ്സിഡികൾ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങളെല്ലാം ഇനി ഈ കാർഡ് സമർപ്പിച്ചാൽ ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുക കൂടി ചെയ്യുകയാണ്. സർക്കാർ കാർഷിക മേഖലയ്ക്ക് അല്ലെങ്കിൽ കർഷകർക്ക് വലിയൊരു സംഭാവനയായിട്ട് കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കതിർ ആപ്പിലാണ് കർഷകർ രജിസ്റ്റർ ചെയ്യേണ്ടത്. കർഷകരുടെ എല്ലാ വിവരങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വിള സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഈ രജിസ്ട്രേഷന് ശേഷമാണ് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത്. കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ വേരിഫിക്കേഷന് ശേഷമായിരിക്കും നമുക്ക് ഈ കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭിക്കുക. സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന 2000 രൂപ വീതം ഒരു 4 മാസ കാലയളവിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട്. വർഷത്തിൽ 6000 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം കൃഷിഭൂമിയുള്ള കർഷകർക്ക് ലഭിക്കുന്ന സഹായങ്ങളാണ്. അപ്പോൾ ഈ സഹായം വാങ്ങുന്ന കർഷകർക്കും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ സ്മാർട്ട് കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കാത്ത നിരവധി കർഷകരുണ്ട്. കൃഷിഭൂമി സ്വന്തമായിട്ടുള്ളവർ അല്ലെങ്കിൽ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ, അവർക്കെല്ലാം തന്നെ ഈ സ്മാർട്ട് കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. സംസ്ഥാനത്തെ കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ഈ കാർഡ് വഴി ഉറപ്പ് നൽകുന്നത്. കാരണം ഒന്നിലധികം ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്ക് കൃഷിഭൂമിയും അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സഹായങ്ങൾ ലഭിക്കുന്നതിനെല്ലാം പല ഡോക്യുമെൻറ്റുകൾ മുൻപ് സമർപ്പിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ ഒരു ഒറ്റ കാർഡിലൂടെ ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിലേക്ക്, അതും സുതാര്യമായ വിതരണ പ്രക്രിയയിലേക്ക് സംസ്ഥാന സർക്കാർ പ്രവേശിക്കുന്നത്. നമ്മളുടെ കൃഷിഭൂമിയിലെ വിളയ്ക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് വഴി ഈ കാർഡ് ഉള്ളവർക്ക് വായ്പാ സഹായങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാകുന്നു. കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അത് ഈ കാർഡുള്ള കർഷകർക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ കൃഷിഭൂമി അതിൻ്റെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിളയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കീടബാധ ഏറ്റു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി വിദഗ്ധ ഉപദേശം തേടുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥതല സഹായം തേടുന്നതുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ഈ കാർഡുള്ള കർഷകർക്ക് സാധിക്കുന്നതായിരിക്കും. കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ വഴി കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കൃത്യമായിട്ട് അവർ പറയുന്ന അതേ സ്റ്റെപ്പ് പേഴ്സണൽ ഇൻഫർമേഷൻ നൽകുന്നു, കൃഷിഭൂമിയുടെ വിവരങ്ങൾ നൽകുന്നു, അതിനുശേഷം കർഷകൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ കടമ്പകൾ കൃത്യമായിട്ട് പിന്നിട്ട് നമുക്ക് ഈ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള അഭ്യർത്ഥന നടത്താൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ കൃഷിഭവൻ്റെ സഹായം തേടുകയും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കർഷകരായിട്ടുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആനുകൂല്യങ്ങൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്നതിന് അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് സഹായങ്ങൾ ലഭിക്കുന്നതിന് ഇതുപോലുള്ള വിവിധ നേട്ടങ്ങൾക്ക് ഈ സ്മാർട്ട് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുക. ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.